പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. നമ്മുടെ ഈ ഓണക്കാലത്തെ മനുഷ്യന് കുടിച്ച മദ്യത്തിൻ്റെ കണക്കൊക്കെ ഇനിയിപ്പോൾ പുറത്ത് വരാനിരിക്കുന്നുള്ളൂ. ഇക്കുറി ആര് തൂക്കും എന്നുള്ളതാണ് ചോദ്യം. ചാലക്കുടി തൂക്കുമോ, അതോ കരുനാഗപ്പള്ളി തൂക്കുമോ, അതോ ഇനി അങ്കമാലി തൂക്കുമോ, എവിടെ തൂക്കും എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനിടയിൽ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഗാലനേജ് ഫീസ് മൂലമുണ്ടായ നഷ്ടം നികത്താൻ മാറ്റത്തിനൊരുങ്ങി ബെവ്കോ. ധനവകുപ്പുമായി ആലോചിച്ച ശേഷം ഗാലനേജ് ഫീ ഒഴിവാക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. ഗാലനേജ് ഫീ മൂലമുണ്ടായ സാമ്പത്തിക ബാധ്യത നികത്തി ബെവ്കോയെ 1000 കോടി ലാഭത്തിലെത്തിക്കാനാണ് പദ്ധതി. മദ്യത്തിന് 10 രൂപയ്ക്ക് താഴെ വില കൂട്ടുന്നതും ആലോചനയിലാണ്. എക്സൈസ് തീരുവയോ സെസ്സിനത്തിലോ വർദ്ധിപ്പിക്കാനാണ് ആലോചന. സുനിഷ അയലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഹാപ്പി അവിട്ടം, 3 ഓണാശംസകൾ. മൊത്തത്തിൽ ബെവ്കോയുടെ കണക്കുകളൊന്നും പുറത്ത് വന്നിട്ടില്ല. ആര് തൂക്കിയെന്നറിഞ്ഞിട്ടില്ല. ആര് തൂക്കിയാലും ബെവ്കോയ്ക്ക് ഗാലനേജ് ഫീസ് ഉള്ളതുകൊണ്ട് നഷ്ടമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് മറികടക്കാൻ സർക്കാർ എന്താണ് ആലോചിക്കുന്നത് സുനിഷ? അരുൺ, ബെവ്കോ ഈ ഗാലനേജ് ഫീ ഉയർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഉത്രാട ദിനത്തിലടക്കം റെക്കോർഡ് വിൽപ്പന നടക്കുന്നുണ്ടെങ്കിലും അരുൺ പറഞ്ഞതുപോലെയാണ്, ഗാലനേജ് ഫീ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് 200 കോടിയിലധികം കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ, UDF സർക്കാർ ആലോചിക്കുന്നത്. അതായത് ഗാലനേജ് ഫീ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു എക്സൈസിനോ അല്ലെങ്കിൽ ബെവ്കോയ്ക്കോ മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് ധനകാര്യ വകുപ്പ് കൂടി കൂടിയാലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരം കൂടിയാലോചനകൾക്ക് ശേഷം കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നിലവിലിപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരവും. ഒപ്പം തന്നെ ഈ നേരത്തെ 5 പൈസയായിരുന്നു, അതാണ് 10 രൂപയിലേക്ക് കടന്നത്. നേരത്തെ 10 കോടിയൊക്കെ കൊടുത്തെടുത്ത പിന്നീട് 200 കോടിയും 2 സാമ്പത്തിക വർഷമായപ്പോൾ 400 കോടിയും അടക്കം സർക്കാരിന് നൽകേണ്ട ഒരു സ്ഥിതിയായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. അതായത് LDF സർക്കാരിന്റെ കാലത്ത് പറഞ്ഞിരുന്നത് അധിക വരുമാനം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. സ്വാഭാവികമായും ബെവ്കോ ലാഭത്തിലോടുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പണം ലഭിക്കുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഗാലനേജ് ഫീ ഉയർത്തിയെങ്കിൽ പോലും മദ്യത്തിന്റെ വില കൂട്ടുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി മുന്നോട്ട് പോകാൻ ബെവ്കോയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എക്സൈസ് വകുപ്പ് പറയുന്നത്, അതായത് ഗാലനേജ് ഫീ അതേ രീതിയിൽ തന്നെ കുറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ തന്നെ കുറെ മാറ്റമുണ്ടാകും. ഈ നഷ്ടത്തിൽ നിന്നും നമുക്ക് മാറാൻ കഴിയും, ബെവ്കോയെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മദ്യത്തിന് വില കൂട്ടുക സ്വാഭാവികമായും വലിയ ഉയർന്ന വില എന്നുള്ളതല്ല, 10 രൂപയ്ക്ക് താഴെ ഓരോ മദ്യത്തിനും വെച്ച് ഉയർത്താനുള്ളൊരു നീക്കം കൂടി, അത്തരത്തിലുള്ളൊരു സാധ്യത കൂടി ഇപ്പോൾ വകുപ്പ് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ബെവ്കോ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഗാലനേജ് ഫീ ഉയർത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന് തന്നെ ഇത്തരമൊരു ശുപാർശ മുന്നോട്ട് വെച്ചിരുന്നു. ഈ മദ്യത്തിന് ചെറിയ തോതിലെങ്കിലും വില കൂട്ടുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഈ ബെവ്കോയ്ക്ക് ഈ നഷ്ടം നികത്താൻ കാരണമാകുമെന്നുള്ള കാര്യം അതുകൂടി പരിശോധിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ കൂടി വേണ്ടതുണ്ട്. ഒരു സെസ്സായോ അല്ലെങ്കിൽ എക്സൈസ് തീരുവ എന്നുള്ള രീതിയിലോ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മദ്യത്തിന് വില കൂട്ടുക എന്നുള്ളതാണ് നിലവിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. അടുത്ത ഘട്ടത്തിൽ അത് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് അരുൺ. ഓക്കെ, താങ്ക് യു സുനിഷ അയലൂർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1000 കോടി രൂപയൊക്കെ ലാഭത്തിലാക്കും എന്നൊക്കെ പറഞ്ഞാൽ കുടിച്ചു കൂമ്പ് വാടും കേട്ടോ. കൂമ്പ് വാട്ടാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, സർക്കാരിന് ലാഭമൊക്കെ ഉണ്ടാവും. പക്ഷേ നഷ്ടമുണ്ടാവുന്നത് കുടിച്ചു കൂമ്പ് വാടുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം.